ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഓഫേഴ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 5 days ഓഫർ ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് അവരുടെ കറൻറ്റ് എനർജി? കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ഫീലിങ്സ് ഉണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് ഇമോഷണലി അവർ നിങ്ങളുടെ അടുത്ത് കണക്റ്റഡ് ആണ്, പക്ഷേ അതിനെയെല്ലാം കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്. ഒരു കിങ്ങിൻ്റെ എനർജിയിൽ ഇരിക്കുകയാണ്. മാക്സിമം അവർക്ക് വരുന്ന ഫീലിങ്സിനെ അവർ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുകയാണ്. അതായത് ഒരു ബൗണ്ടറീൻ്റെ അകത്താണ് അവർ സൂക്ഷിക്കുന്നത്. അത് പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യുന്നുമില്ല. എന്നാൽ മറ്റുള്ള ആളുകളുടെ അടുത്ത് ഇവർ ഷെയർ ചെയ്യാനും താല്പര്യപ്പെടുന്നില്ല. ഒരുപാട് ഫീലിങ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, ഇമോഷണലി കണക്റ്റഡ് ആണ്, ബട്ട് അത് കൺട്രോൾഡ് ആണ് എന്നുള്ളത് കാണുന്നുണ്ട്. ചാരിയറ്റിൻ്റെ എനർജിയാണിത്. ഇത് രഥത്തിൽ വരുന്ന ഒരു രാജകുമാരൻ്റെ എനർജിയാണ്. സോ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തോട്ട് പ്രപ്പോസ് ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കാം എഗെയിൻ പ്രപ്പോസ് ചെയ്ത് വരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ന്യൂ ജേണിയാണിത്. നിങ്ങളുടെ ബന്ധത്തിനകത്തൊരു പുതിയ തുടക്കം പോലെ അവർ എഗെയിൻ പ്രപ്പോസ് ചെയ്ത്, ചിലപ്പം മാരേജ് പോസിബിലിറ്റി ആയിട്ടായിരിക്കാം. അതായത് ആലോചനകൾ പോലെ നിങ്ങളടുത്തോട്ട് വന്നേക്കാം. ഈ പേഴ്സൺ നിങ്ങൾ അപ്രോച്ച് ചെയ്തേക്കാം, മാരേജിലേക്കൊക്കെ അപ്രോച്ച് ചെയ്തേക്കാം. അപ്പം നിങ്ങളുടെ ഇടയിൽ എന്ത് പ്രശ്നമാണെങ്കിലും ഒരു ന്യൂ ജേണി പോലെ ഈ പേഴ്സൺ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് ഉണ്ട്, അതായത് ഒരു ബ്ലോക്ക് എനർജി ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള തക്കതായിട്ടുള്ള റീസൺ ഉണ്ട് എന്നുള്ളതാണ്. ബിക്കോസ് ഈ പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. സോ അതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയുള്ളൊരു ഇപ്പോൾ ഡിസ്റ്റൻസ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ്. അത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുള്ളതാണ് കുറെ കൂടി സ്ട്രോങ് ആയിട്ടുള്ളത്. അതായത് നിങ്ങളുടെ അടുത്തും തേർഡ് പാർട്ടി ഉണ്ട്, ഈ പേഴ്സൻ്റെ ഭാഗത്തും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ അതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, അത് ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്താണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ബ്ലോക്ക് എനർജിയാണ്. നിങ്ങളിലേക്ക് ഈ ഒരു വരാനുള്ള എനർജി കാണിക്കുമ്പോഴും അവരുടെ ഈ ഒരു പ്രപ്പോസൽ എനർജി കാണിക്കുമ്പോഴും അവിടെ ഒരു തടസ്സമായി നിൽക്കുന്നത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. ഓക്കെ, ക്യൂൻ ഓഫ് സോട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണ് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് അവർ മാക്സിമം അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ് വിചാരിക്കുന്നത്. അതായത് ആരുടെയും സപ്പോർട്ട് എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ആരെയും മാക്സിമം എനിക്ക് എൻ്റെ ലൈഫിലേക്ക് വേണ്ട എന്നുള്ള രീതിയിലുള്ളൊരു ഡിസിഷനാണ് ഇവർക്ക്. അതായത് ഒരു ഈഗോ ക്ലാഷ് ഉള്ളതുപോലെയാണ്, ഈഗോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പോലെയാണ്. മേ ബി ആ ഈഗോ ഉള്ളത് കൊണ്ടായിരിക്കാം അവരുടെ ആ ഒരു ഫീലിങ്സ് ഒന്നും തന്നെ അവർ എക്സ്പ്രസ് ചെയ്യാത്തത്, അല്ലെങ്കിൽ അവർ തുറന്നു കാണിക്കാത്ത, മറ്റുള്ള ആളുകളുടെ അടുത്തും തുറന്നു കാണിക്കുന്നില്ല, നിങ്ങളുടെ അടുത്തും തുറന്നു കാണിക്കുന്നില്ല. അപ്പോൾ ആ ഒരു എനർജിയിലാണ് അവരുള്ളത്. അവർക്ക് ഈ ഈഗോ നിങ്ങളുടെ അടുത്തുണ്ട്. മേ ബി ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കയറി പ്രപ്പോസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുന്നതായിരിക്കും. ഓക്കെ, അതായത് അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ പോലും അവരതിനെ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണെന്ന് അംഗീകരിക്കാൻ തയ്യാറാവുന്നുണ്ടാവില്ലായിരിക്കും. കാരണം ക്യൂൻ ഓഫ് സോട്സ് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കാണ് ജസ്റ്റിസ് കിട്ടേണ്ടത്. ഈ പേഴ്സൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ള ഒരു കാർഡാണ്. സോ അതായത് ജസ്റ്റിസിൻ്റെ ഒരു കാർഡാണ്. അപ്പം എങ്കിൽ പോലും ഈ പേഴ്സൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അവരതിനെ അംഗീകരിക്കാതെ ഒരു ഈഗോ സൃഷ്ടിച്ച് വെക്കുന്നത് പോലെ, ഒരു ഇമ്മച്യൂർഡ് ആകുന്നത് പോലെയുള്ളൊരു എനർജിയാണത്. 8 ഓഫ് കപ്സിൻ്റെ എനർജി. നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സണ് വളരെയധികം സ്നേഹമുണ്ട്, ഒരുപാട് ഇഷ്ടമുണ്ട്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം അവരുടെ ലൈഫിൽ വേറെ ആരെയും നിങ്ങളുടെ പൊസിഷനിലേക്ക് അവർക്ക് വെക്കാൻ വേണ്ടി പറ്റില്ല. ആ തരത്തിലുള്ള ഇഷ്ടവും കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഹൈഡാണ്. മൂൺ എനർജി ഉണ്ട്. സോ അത് ഹൈഡാണ്. ഓക്കെ, പക്ഷെ
നല്ല രീതിക്ക് തന്നെ സ്നേഹം ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. ഇവർക്ക് നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം എപ്പോഴാണ് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയോട് എനിക്ക് ഇത്രമാത്രം ഇഷ്ടമുണ്ട് എന്നവർ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് അവർ ഒറ്റപ്പെടുന്ന അവസ്ഥയിലാണ്. ഓക്കെ, എലോണിൻ്റെ ഒരു കാർഡാണത്. അവർക്ക് ഒറ്റപ്പെട്ട ഒരു അവസ്ഥ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവർ പെട്ടെന്ന്, അതായത് നമുക്കൊരു അപകടഘട്ടം അല്ലെങ്കിൽ നമ്മൾക്കൊരു എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം വിചാരിക്കുന്നത് ആരെയാണ്, ആ ഒരു പൊസിഷനാണ് നിങ്ങൾക്ക് ഈ പേഴ്സൺ തന്നേക്കുന്നത്. അപ്പോൾ അവരുടെ ലൈഫിൽ അവർ ഒറ്റപ്പെടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നിങ്ങളെയാണ്. ആ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് കാണുന്നുമുണ്ട്. ഓക്കെ, ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. നൈറ്റും ക്യൂനും കിങ്ങിൻ്റെ ഒക്കെ എനർജിയാണ് വന്നിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു പവർ സെറ്റിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത്. ഓക്കെ, അതായത് അവരുടെ മനസ്സ് ഭയങ്കര സെൻസിറ്റീവാണ്, പക്ഷെ വളരെ ഗാംഭീര്യത്തോടെ ഇരിക്കുന്ന ഒരു എനർജിയാണ്, ആ ഒരു അവസ്ഥയിലാണ്. സോ ക്യൂൻ ഓഫ് കപ്സ് വരുമ്പോഴും ഈ പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് തുറന്നു കാണിക്കുന്നില്ല, പ്രകടിപ്പിക്കുന്നില്ല, പക്ഷെ ആ സ്നേഹത്തിനെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുകയാണ്. ഒരുപാട് സ്നേഹമുള്ളതിനെ സൂക്ഷിച്ച് വെച്ചേക്കുകയാണ് എന്നുള്ളതാണ്. കിങ് ഓഫ് സോട്സിൻ്റെ എനർജി, അഗെയിൻ കിങ്ങിൻ്റെ എനർജി തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് ഒരു ഈഗോ ക്ലാഷ് ഉള്ളൊരു, നേരത്തെ പറഞ്ഞതുപോലെ ഈഗോ ഉള്ള ഒരു പേഴ്സൺ എനർജിയാണ്. സോ ഈ പേഴ്സൺ ഒരുപാട് ഫീലിങ്സ് ഉണ്ടെങ്കിലും ഒരുപാട് ഇമോഷൻസ് ഉണ്ടെങ്കിലും അതിനെ ഫുള്ളൊരു ബൗണ്ടറിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അത് പുറത്തോട്ട് എക്സ്പ്രസ്ഡും അല്ല, പുറത്തോട്ടൊന്നും പറയുന്നുമില്ലാത്തൊരു എനർജി. ആൻഡ് അതുപോലെ നിങ്ങൾ അങ്ങോട്ട് പോകട്ടെ എന്നുള്ളൊരു അപ്രോച്ചിങ് ഇവിടെ കാണുന്നുണ്ട്. അതായത് അവരുടെ തെറ്റുകൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അവരത് അംഗീകരിക്കാൻ തയ്യാറാവാത്തതുപോലെ. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജോ കോളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ചേസ് ചെയ്യുന്നതോ സ്പൈ ചെയ്യുന്നതോ ഒക്കെ അങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, 4 ഓഫ് സോട്സിൻ്റെ എനർജിയാണ്. വളരെ ഹാർട്ട് ബ്രോക്കൺ, സംടൈംസ് വളരെ ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജ് നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. ഒരു സ്ട്രക്ക്ഡ് സിറ്റുവേഷനാണിത്. അതായത് ഇവർക്ക് നിങ്ങളുടെ അടുത്ത് വളരെയധികം പൊസസീവ്നെസ് ഉണ്ട്. നിങ്ങളുടെ സ്നേഹം വേറെ ആർക്കും പോകാൻ പാടില്ല, അവരുടെ പൊസിഷൻ നിങ്ങളുടെ അടുത്ത് അങ്ങനെ തന്നെ ഉണ്ടാവണം എന്നൊക്കെയുള്ള ഒരുപാട് പൊസസീവ്നെസ് കാര്യങ്ങൾ ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പൊസസീവ്നെസ് ഉണ്ടാകുമ്പോഴും ഇവർ ആക്ഷൻ എടുക്കുന്നില്ല. ഓക്കെ, തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആക്ഷൻ ഇവർ കൊണ്ടുവരുന്നില്ല, അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നില്ല. പക്ഷെ അവർക്ക് ഒരുപാട് ഫീലിങ്സുകളുണ്ട്. ഇപ്പം അങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജ് ഈ പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം പൊസസീവ്നെസ് നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പം നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ, നിങ്ങൾ വളരെ ആക്റ്റീവാണെന്നോ അല്ലെങ്കിൽ പേജ് ഓഫ് സോട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ചിലപ്പം കാണുന്നുണ്ടാവുമായിരിക്കും. അപ്പം അങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ വളരെ ഹാപ്പിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പവുമില്ലാതെ നിങ്ങൾ നടക്കുന്നതായിട്ട് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അവരങ്ങനെയായിരിക്കാം നിങ്ങളെ വിചാരിച്ചു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഒരു പൊസസീവ്നെസ് വരുന്നത്. അവരുടെ സ്നേഹം വേറെ എവിടെയും പോകാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ സ്ഥാനം നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ അവർക്ക് വേണം. അതായത് ഇപ്പോൾ ഈ തീരുമാനങ്ങൾ എല്ലാം കൊണ്ടുവന്ന അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കിയത്, പ്രശ്നങ്ങൾ കൊണ്ടുവന്നതൊക്കെ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ഇവർക്കത് വിട്ടുകളയാൻ പറ്റുന്നില്ല. അവർക്ക് വേണം, പക്ഷെ അവർക്ക് അതിലേക്കോട്ട് ഇറങ്ങിത്തിരിക്കാനും പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. സോ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് എന്നുള്ളത് കാണുന്നുണ്ട്. ദ എംപ്രസിൻ്റെ എനർജിയാണ്. വളരെയധികം അൺകണ്ടീഷണൽ ഫീലിങ്സ് ഇവർക്കുണ്ട്. അൺകണ്ടീഷണൽ ലവ് നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. ആൻഡ് നിങ്ങൾ കൊടുത്തിട്ടുള്ള കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഈ പേഴ്സണ് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൊടുത്തിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ പേഴ്സണ് മിസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഫീലിങ്സ് അവർക്ക് നിങ്ങളുടെ അടുത്തുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഈ പേഴ്സണെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവും, ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങൾക്കും നിങ്ങളുടെ ഒരു കയ്യൊപ്പ് ഉണ്ടാവുമായിരിക്കും. അതായത് ഹീലിങ്ങിന് വേണ്ടിയിട്ട്, അവരുടെ പാസ്റ്റ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിനാൻഷ്യലി അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കെയറിങ് കാര്യങ്ങൾ, ഒരു സപ്പോർട്ട്, ഒരു ഉപദേശം കൊടുക്കുന്ന ഒരാളായിട്ട്, അങ്ങനെ എല്ലാം ഒരു ബാക്ക് ബോണായിട്ട് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജി, ആ ഒരു കെയറിങ്ങും കാര്യങ്ങളും ഈ പേഴ്സൺ നല്ല രീതിക്ക് തന്നെ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ റൊമാൻറ്റിക് എനർജിയാണ്. റൊമാൻറ്റിക്കലി അവർക്ക് നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് വരുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തോട്ട് ഒരു ആക്ഷൻ എടുക്കും, പക്ഷെ അതിന് സമയമെടുക്കും എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തോട്ട് ആക്ഷൻ എടുത്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ കാർഡ്സുകളിൽ കണ്ടു, പ്രപ്പോസ് ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്ന ചാരിയറ്റിൻ്റെ എനർജി കണ്ടു. അപ്പോൾ ഈ പേഴ്സൺ ആക്ഷൻ എടുക്കും, ഉറപ്പായിട്ടും ആക്ഷൻ എടുക്കും, പക്ഷെ അവർക്ക് കുറച്ച് സമയം വേണം എന്നുള്ള രീതിയിലാണ്
എന്തിനാണ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തോട്ട് ആക്ഷൻ എടുക്കുന്നതിന് സമയം? ഒരു റീസൺ നമ്മൾ കണ്ടത് തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആണ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് കപ്സ് അഗെയിൻ കൺഫർമേഷൻ തരുന്നതാണ്. നിങ്ങളിലേക്ക് വരുന്നത് വളരെ സ്ലോ ആണ്, അതായത് നിങ്ങളിലേക്ക് അവരെടുക്കുന്ന ആക്ഷൻ സ്ലോ ആണ്, നിങ്ങളിലേക്ക് അവർ വരുന്നത് വളരെ സ്ലോ ആണ്. അവർക്ക് തടസ്സങ്ങളുണ്ട്, മുന്നിൽ വരുന്നതിന് അവർക്ക് തടസ്സങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നുള്ളത് 8 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. അവർക്ക് നെഗറ്റീവ് വൈബ്രേഷൻസ് ഒരുപാടുണ്ട്, അതായത് അവർ ചിന്തിക്കുന്നത് അവർക്ക് പ്രവർത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പം നെഗറ്റീവ് തോട്ട്സിനെ ഇവർ ക്യാരി ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും നെഗറ്റീവ് തോട്ട്സ് ഈ പേഴ്സൺ ഉണ്ട്. നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് ഒന്നും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പഴയതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കടന്നു വരുമോ, പഴയതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള വിചാരം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ആരെങ്കിലുമൊക്കെ ഗോസിപ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കാം, അതായത് മറ്റുള്ളവരുടെ അടുത്ത് അഭിപ്രായം, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അഭിപ്രായം ചോദിക്കുമ്പോഴത്തേക്കും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന നെഗറ്റീവ് വൈബ്രേഷൻ ആയിരിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ എക്സ്ട്രാ മറൈറ്റിലാണെങ്കിൽ അതായിരിക്കാം പ്രശ്നമായിട്ട് ഈ പേഴ്സൺ കാണുന്നത്. അതായത് ഇവർക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ഇതിനൊട്ടും കാണിക്കാൻ ഇവർക്ക് ഇഷ്ടമല്ല, അതായത് ഒരു ഒളിച്ചു വെച്ചിട്ടുള്ള പ്രണയം പോലെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മേ ബി അത് എക്സ്ട്രാ മറൈറ്റിൽ ആയിരിക്കാം, അല്ലെങ്കിൽ റിലീജിയൻ പ്രോബ്ലം ഉള്ളതുകൊണ്ടായിരിക്കാം, ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉള്ളതുകൊണ്ടായിരിക്കാം ഈ പേഴ്സൺ അങ്ങനെ മറച്ചു വെച്ച് കൊണ്ടുപോകുന്നത്. അത് പബ്ലിക്കലി അറിയാൻ പോലും ഈ പേഴ്സൺ അവർക്കത് ഓക്കെ അല്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ ഇവർക്കൊരു നെഗറ്റീവ് തോട്ട്സിന് കൊടുക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. അപ്പം അതും ഒരു ബ്ലോക്ക് തന്നെയാണ്. അതായത് ഒരു ധൈര്യം, ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള, ഭയങ്കര വലിയ ബോൾഡ് ആയിട്ടുള്ള ആളെ പോലെ നടക്കുകയാണെങ്കിലും മനസ്സിലൊട്ടും കട്ടിയില്ലാത്ത അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു അഭിമാനമുള്ള ഒരാൾ. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സും ഈ പേഴ്സൺ ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ആർഗ്യുമെന്റ്സ്, തർക്കങ്ങൾ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് അവരെ ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊക്കെ അവരുടെ മനസ്സിനകത്ത് ഇപ്പോഴും കിടക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വിചാരം അവർക്കുണ്ട്. സോ അതും അവർക്ക് ആത്മധൈര്യം ഇല്ലായ്മയാണ്, അതായത് സെൽഫ് കോൺഫിഡൻസ് വളരെ കുറവാണ് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഡെവിളുടെ എനർജി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഒരു ഷാഡോ സെൽഫ് ഈ പേഴ്സൺ ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ തമ്മിൽ തർക്കങ്ങൾ നടന്നപ്പോഴോ അടി വഴക്ക് നടന്നപ്പോഴൊക്കെയുള്ള കാര്യമായിരിക്കാം. ഒരു ഷാഡോ അവരുടെ അകത്ത് കയറി, മീൻസ് ഒരു നിഴല് പോലെ, ഒരു ഇരുട്ട് പോലെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകളോ പ്രവർത്തികളോ എന്തൊക്കെയോ അവരുടെ ഉള്ളിൽ നിങ്ങളോടൊരു ദേഷ്യം പോലെ അല്ലെങ്കിൽ ഒരു ഈഗോ വെക്കേണ്ട രീതിയിൽ അവിടെ കയറി പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ഹീലാവേണ്ട ഒരു സമയമുണ്ട്, ഹീലാവേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഹീലിംഗിലേക്ക് വരുന്നതും, അതായത് ഒരു സ്ലോ ആണ് നിങ്ങളുടെ ഇടയിൽ ഈ ഒരു പ്രശ്നം ഇങ്ങനെ സോൾവ് ആകുന്നത് പോലും സ്ലോ ആയിട്ടാണ്. പക്ഷേ ഇത് അറ്റ്ലാസ്റ്റ് ഫൈനലി നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ എത്തും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പം ഇത് ഹീലാവേണ്ട ഒരു കാര്യമാണ് അവരുടെ ഉള്ളിലുള്ള കാര്യം. നിങ്ങൾക്ക് സൊല്യൂഷനായിട്ട് ഓപ്പണോ ഒക്കെ പറയാവുന്നതാണ്. ഓപ്പണോ എന്നുള്ള മന്ത്രം ഐ എം സോറി, പ്ലീസ് ഫോർ ഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. വേൾഡ് ആണ് നമുക്ക് ഫൈനലി വന്നിട്ടുള്ളത്. വളരെ പോസിറ്റീവാണ്, ഫുൾഫിൽമെന്റ് ആണ് കാണിച്ചു തരുന്നത്. കംപ്ലീഷൻ ഉണ്ടാകും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനകത്ത്. ബിക്കോസ് വളരെയധികം ഒരു സ്ട്രോങ് കണക്ഷൻ ഉണ്ട്. ഓക്കെ, അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനിൽ ഏത് വേണമെങ്കിലും ആകാം. പാസ്റ്റ് ലൈഫിലെ സോൾമേറ്റോ ടിൻ ഫ്ലെയിമോ അങ്ങനെയുള്ള കണക്ഷൻസ് ഏതെങ്കിലും ഒക്കെ ആകാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഉള്ളത് കാരണം ഇതിലൊരു കംപ്ലീഷൻ ഉണ്ടാകും ഈ ഒരു റിലേഷൻഷിപ്പിൽ. പക്ഷെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് സ്ലോ ആയിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്നുണ്ടാവുമായിരിക്കും, ലെസൺസ് എടുക്കുന്നുണ്ടാവുമായിരിക്കും. അതായത് അനുഭവങ്ങൾ നമ്മൾ ഓരോന്ന് പഠിപ്പിക്കുമല്ലോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങളും ഓരോ കാര്യങ്ങൾ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും ലൈഫിലെ ഓരോ പോയിന്റ്സും നിങ്ങൾ പഠിക്കുന്നുണ്ടാകും. അതേ ഒരു അവസ്ഥ ആ പേഴ്സണ് മനസ്സിലാക്കിയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഇതൊരു യൂണിവേഴ്സിന്റെ സപ്പോർട്ടും കൂടി നിങ്ങളുടെ പുറകിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വേൾഡ് കാർഡ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് കംപ്ലീഷൻ ഉണ്ടാകും. അത് വളരെ പോസിറ്റീവാണ്, പോസിറ്റീവായിട്ട് എടുക്കുക. ഇവിടെ മാസ്റ്റർ കാർഡായി വന്നിട്ടുണ്ടായിരുന്നത് എംപറർ ആണ്. എംപറർ വന്നത് ഒരു ഗൈഡൻസ് ആണ്. എംപററിന്റെ എനർജി, 3 ഓഫ് സോർട്സിന്റെ എനർജി, ഡെത്ത് കാർഡ്, ഇതൊക്കെ ഒരു റീബർത്തിന്റെ എനർജിയാണ്. റീബർത്ത് ഉണ്ടാകും, റീയൂണിയൻ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 3 ഓഫ് സോർട്സിന്റെയും എംപററിന്റെ ഒക്കെ എനർജി വരുന്ന സമയത്ത്
അധികാരം കാണിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണം അങ്ങനെയുള്ള തോട്ട്സ് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. ബിക്കോസ് അത് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് ഒരാൾ മാത്രം ഭയങ്കരമായിട്ടുള്ള അധികാരം കാണിക്കുന്നു. മേ ബി അത് സ്നേഹത്തിന്റെ പേരിലുള്ള പൊസസീവ്നെസ് ആയിരിക്കും. അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, അവിടെ പോരുത് ഇവിടെ പോരുത്, അല്ലെങ്കിൽ എന്നോടെല്ലാം പറയണം, അങ്ങനെ പെർമിഷൻ ചോദിക്കണം, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്നല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ഒരു സ്വഭാവം ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളെയും കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള അധികാരമുള്ള രീതിയിലുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ ഓർഡർ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ ഉള്ളൂ. അവിടെ ഒരു സൊല്യൂഷൻ അല്ല അത്. സോ അങ്ങനെയുള്ള ക്യാരക്ടറുകൾ ഉണ്ടെങ്കിൽ മാറ്റുക എന്നുള്ളതാണ്. 3 of Swords എനർജി വരുമ്പം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് ഒരിക്കലും ചിരിച്ചുകൊണ്ടല്ല. അവർക്ക് ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജ് ഉണ്ട്, അവർക്ക് ഇമോഷണൽ പെയിൻ ഉണ്ട്, അവർ ഹാർട്ട് ബ്രോക്കൺ ആണ്. സെയിം എനർജി നിങ്ങൾക്കുണ്ടാവുമായിരിക്കും. നിങ്ങൾ എത്ര ചിരിക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടാകും ഈ റിലേഷൻഷിപ്പ് കാരണം. ഓക്കെ, അപ്പം നമ്മളിതാണ് ഇന്ന് നോക്കിയത്. നമുക്കിനി സോഡിയാക് സൈൻ നോക്കാം. സോഡിയാക് സൈൻ ആണ് നോക്കുന്നത്. പൈസസ് വന്നിട്ടുണ്ട്, പുരുരുട്ടാതി ഉത്രട്ടാതി രേവതിയാണ്. ഏരിയസ് വന്നിട്ടുണ്ട്, ഏരിയസ് അഗെയിൻ വന്നിട്ടുണ്ട്, അശ്വതി ഭരണി കാർത്തിക. സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്. സാജിറ്റേറിയസിനകത്ത് വരുന്നത് മൂലം പൂരാടം ഉത്രാടാണ്. പിന്നെ പൈസസ് അഗെയിൻ വന്നിട്ടുണ്ട്, പുരുരുട്ടാതി ഉത്രട്ടാതി രേവതിയാണ്. പൈസസ് അഗെയിൻ വന്നിട്ടുണ്ട്, പിന്നെയും പൈസസ് വന്നിട്ടുണ്ട്. ലിബ്ര വന്നിട്ടുണ്ട്. ലിബ്ര വരുന്നത് ചിത്തിര ജ്യോതി വിശാഖമാണ്. അതുപോലെ തന്നെ കാപ്രിക്കോൺ വന്നിട്ടുണ്ട്. കാപ്രിക്കോൺ വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടമാണ്. ഓക്കെ, ഇനി ക്ലൂസും കൂടി നോക്കാം. നിങ്ങൾക്കുള്ള ക്ലൂസ് ആണ് നോക്കുന്നത്. ലെറ്റർ എസ് വന്നിട്ടുണ്ട്, 18 വന്നിട്ടുണ്ട്. പിന്നെ ബി വന്നിട്ടുണ്ട്, ലെറ്റർ 18 and 21 നമ്പർ വന്നിട്ടുണ്ട്. വൈ ലെറ്റർ എൻ 17 and 7 വന്നിട്ടുണ്ട്. ലെറ്റർ എൽ നമ്പർ 1 വന്നിട്ടുണ്ട്. 46 നമ്പർ വന്നിട്ടുണ്ട്. ലെറ്റർ എച്ച് 38 നമ്പർ വന്നിട്ടുണ്ട്. 38 അഗെയിൻ വന്നിട്ടുണ്ട്. ലെറ്റർ എസ് 13 and 28 വന്നിട്ടുണ്ട്. 34 വന്നിട്ടുണ്ട്. ലെറ്റർ എസ് വന്നിട്ടുണ്ട്. 41 വന്നിട്ടുണ്ട്. ലെറ്റർ എൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള ക്ലൂസ് ഇതാണ്. ഇതിൽ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടു. പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിംഗ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.